എന്റെ കോഴിക്ക 10-20 ഗ്രാം കൂടിയെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ആ കൂടിയാൻ കുഴപ്പമില്ല അല്ലേ? കുറഞ്ഞാൻ കുഴപ്പമുണ്ടോ? ആ ഉണ്ട്. ആ എന്നാ അതേമാതിരി തന്നെ കൂടിയേക്കും കുഴപ്പമുണ്ട്. ഉണ്ണിയായിരുന്നേ കറക്റ്റ് തൂക്കി തന്നേനെ. ആ ഉണ്ണി ജാതി തൂക്കി തന്നെയാണ് ഇപ്പൊ ഞാൻ അങ്ങനെ തൂങ്ങി തിരിഞ്ഞ് കിടക്കണത്. ഉണ്ണിയുടെ തൂക്കല് നിങ്ങള് കുറെ ഉപദേശകാലം അങ്ങോട്ട് ഉണ്ടായാ മതിയല്ലോ. പച്ചരിയാ? പച്ചരിയില്ല. മണ്ണെണ്ണ ഡ്രമ്മല്ലടോ ചങ്ങായി ആയിരിക്കണം. ഉണ്ടെങ്കിൽ അതിനെ തരില്ല എടുത്തിട്ട് നീ അതിൽ ഇറങ്ങി നോക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ എന്താ മണ്ണെണ്ണ കുടിക്കണം ഇവിടെ ഇരുന്നിട്ട്? ഈ ആ റേഷൻ കാർഡിന്റെ ഇത് തിരുത്തി കൊടുക്കാനുള്ളത് ശരിയാക്കിയോ? ഇല്ല. അതിന്റെ ഫോം വാങ്ങിയോ? ഈ ഇല്ല. അതന്നെ ഇതിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഈ പകർത്തിയാൽ മതി കേട്ടോ. എന്താ സാധാരണ ഇവിടുന്ന് ചാക്ക് അങ്ങോട്ടല്ലേ കൊണ്ടുവന്നു, ഇത് ഇങ്ങോട്ട് ചാക്ക് കൊണ്ടുവരുന്നു. അതേ എനിക്ക് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? കിട്ടി. എന്നാ ഈ വണ്ടി വിട്ടേ. വണ്ടി വിട്. അല്ല ഇതെന്താ ഇത്? സപ്ലൈ ഓഫീസർ തന്നു വിട്ടത്. എന്ത്? നമ്മൾ ആദ്യം കൊടുത്ത അപേക്ഷയുണ്ടല്ലോ, തെറ്റ് തിരുത്താനുള്ള അപേക്ഷയും ഇത് രണ്ടും തെറ്റ് തിരുത്തി കൂട്ടിക്കെട്ടിട്ട് സപ്ലൈ ഓഫീസിൽ എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ഈ താലൂക്കിൽ വേറെ എവിടെയും ഇല്ല കേട്ടാ. ഇത് ഞാൻ നിർത്തുന്നല്ല കേട്ടാ. ഈ നിലക്കാ പോണെന്ന് വെച്ചാൽ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ ചാക്കും കിട്ടെടുത്തിട്ട് പോകാൻ പറ്റില്ല. ബസ് സ്റ്റാൻഡ് നിങ്ങൾ എത്ര തന്നെ ബസ്സിന് പൈസ? ബാക്കി പൈസ ഓട്ടോറിക്ഷന്റെ പൈസ ഒന്നും ആർന്ന് കൂലിക്കാരെ പിടിച്ചു വെച്ചു. ഇത് അവർക്കറിയില്ല അപേക്ഷ പോറാന്ന്. ഇത് അവർ അരി എന്തോ ചാക്ക് കെട്ടി ഞാൻ പോകുന്ന വിചാരിച്ചത്. എനക്കാവൂലേ? ഇയ്യോലും കഴിച്ചോ? ഞാൻ ഒന്നും കഴിച്ചില്ല. സേമിച്ച് ഞാനും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോയി കഴിക്കാൻ കയറി. ആ ചാക്കിന്റെ മുകളിൽ കിട്ടും. ഇതൊക്കെ എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തം എന്ന് പറഞ്ഞില്ല കേട്ടക്ക്. ഇതിലെന്താ എഴുതി വെച്ചിരിക്കുന്ന നോക്കിയേ. എന്താണ്? അത് നോക്ക്. എന്റെ തൊഴിലെന്താന്ന് നോക്ക്. ഡോക്ടറോ നിങ്ങളോ? എനിക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടേണ്ടതാണ്. ഇതിങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് അത് കിട്ടൂല. അല്ല അത് കുഴപ്പമില്ല. 19 ലക്ഷം ഉറുപ്പ്യ അങ്ങോട്ട് കൊടുക്കണ ഒരു ഡോക്ടർ ആവണെന്ന് വെച്ചാ ഇതിപ്പോ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ശരിയാക്കിയാന്നൊക്കെ അല്ലേ? നിങ്ങളൊരു ബോർഡ് വെച്ചാൽ അങ്ങോട്ട് ഇരുന്നോളി. 10 ഉറുപ്പ്യ കിട്ടാൻ എവിടേക്കും പോണ്ട. ഇതിപ്പോ നിങ്ങളെ മാത്രം പ്രശ്നമല്ല. ഇവിടെ വക്കീലുമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. നമ്മളെ വേലി കെട്ടാൻ പോണ നമ്മുടെ കോരട്ടല്ലേ, മൂപ്പര് എഞ്ചിനീയറാ. കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇപ്പൊ ഈ ഇതിന്റെ ഈ തൊഴിലിന്റെ പ്രശ്നം അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. അത് ഇവിടെ ശരിയാക്കി വെക്കാം. അതെ ഈ ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ. ഇനി എന്നെ നടത്തരുത്. ശരിയാകുമ്പോ നിങ്ങൾക്ക് തരണ്ട്. ഇനി അതും പറഞ്ഞോണ്ട് നടക്കണ്ട. നിങ്ങൾ പോയിക്കോളി. ശരി. ഡോക്ടറാണാ പോണത്. അതെ മൂപ്പരനെ എങ്ങനെ ഈ ഡോക്ടർ എന്നുള്ള പേര് പില് വരാനുള്ള കാരണം എന്താ പറയാ എനിക്ക്? എന്താന്ന്? മൂപ്പര് ചെറുപ്പത്തില് നമ്മള് കുട്ടികൾക്കൊക്കെ ഈ പല്ല് പറിക്കാനുള്ള സമയത്ത് മൂപ്പര് വന്ന് പല്ല് പറിച്ചു കൊടുത്തിരുന്നു. എന്തൊക്കെ പല്ല് പറിച്ചിട്ടുണ്ട്. അങ്ങനെ മൂപ്പര് വരുമ്പോ എല്ലാരും പറയും നമ്മൾ പേടിക്കാൻ വേണ്ടിട്ടല്ല, ഡോക്ടർ ഉണ്ടായിരുന്നോ ഡോക്ടർ ഉണ്ടായിരുന്നോ. അങ്ങനെ ഡോക്ടറേറ്റ് എഴുതി കൊടുത്ത ആരെങ്കിലും പറഞ്ഞു. എന്തൊരു ഇടക്കറേ. ഞാൻ ഇപ്പൊ അതല്ല ആലോചിക്കണത്. ഈ നിലക്ക് പോയാൽ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകിലുണ്ടാവുക എന്ന് പടച്ചോനക്ക് അറിയില്ലോട്ടാ.